ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് കുറേ പേരെ ഇപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് 3 പേഴ്സണൽ ലോൺ, അതായത് ഓൺലൈൻ പേഴ്സണൽ ലോൺസിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന 3 പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. ഓൺലൈൻ നിനക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു 3 പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. അതും ബാങ്കുകൾ കൊടുക്കുന്ന പേഴ്സണൽ ലോൺസാണ്. NBFC കാര്യങ്ങളൊന്നുമല്ല, ബാങ്കുകൾ കൊടുക്കുന്ന പേഴ്സണൽ ലോൺസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫസ്റ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അതും അതിൽ മെയിൻ ബാങ്കുകളും 2 പ്രൈവറ്റ് ബാങ്കുകളും ഒരെണ്ണം നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന ലിസ്റ്റിൽ വരുന്ന 3 ബാങ്കുകൾ കേട്ടോ. അപ്പോൾ ഈ ബാങ്കുകൾക്ക് ഇപ്പം അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ റെഫറൽ ലിങ്ക്, സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്കാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്ത് നോക്കിയേക്കാം. ചാൻസസ് കൂടുതലേക്ക് നോർമലി അപ്ലൈ ചെയ്യണം കേട്ടോ, മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് വിളിക്കുന്നത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. നിങ്ങൾക്കായിരിക്കും യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇസാഫ് ബാങ്ക് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നമ്മുടെ റോർ ബാങ്ക് ഒക്കെ ഇറക്കിയില്ലേ, റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, അതൊക്കെ ആക്ച്വലി നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അവരുടെ ബാങ്കിങ് പാർട്ണർ വരുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പേഴ്സണൽ ലോൺസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. 5 ലക്ഷം വരെ മാക്സിമം നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് തന്നെ പേഴ്സണൽ ലോൺസ് കൊടുക്കുന്നുണ്ട് ഇവർ. അതായത് നമുക്ക് അത്യാവശ്യം സിവിൽ സ്കോർ കുറവാണെങ്കിൽ തന്നെ, അത്യാവശ്യം 700-ന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നോർമലി എല്ലാ പേഴ്സണൽ ലോൺസും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇവർക്ക് ആക്ച്വലി കൂളിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്, 3 ദിവസത്തെ കൂളിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൊളാറ്ററും കാര്യമൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഡോക്യുമെന്റ്സ് റിക്വയർഡ് നോക്കിക്കഴിഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. കണ്ടോ, ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഫോൺ നമ്പറും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പേരൊക്കെ വെച്ചിട്ട് OTP വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കാൻ ആദ്യം പോയതിനു ശേഷം ഡയറക്റ്റ് നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സൈറ്റിലേക്ക് കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കാം, ajnv.banksupport.in. നമ്മളതിൽ എല്ലാ പേഴ്സണൽ ലോൺസും ക്രെഡിറ്റ് കാർഡ്സുകളുടെയും എല്ലാത്തിനും റെഫറൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ സിവിൽ സ്കോർ, ക്രെഡിറ്റ് സ്കോർ ഒക്കെ നോക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി അനുസരിച്ച് അതിൽ കാണിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് നോക്കി നോക്കാം. താഴെ കൊടുത്തിട്ടുണ്ട് ajnv.banksupport.in, നിങ്ങൾക്ക് ഇവിടെയും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഒരു പേഴ്സണൽ ലോൺ, അതായത് ബാങ്ക് കൊടുക്കുന്നത്. ഇതൊരു ബാങ്കാണ്, നിങ്ങൾക്ക് അറിയാം, RBI അണ്ടറിൽ വരുന്ന ഒരു ബാങ്കാണ്. സേഫസ്റ്റ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാലും കിട്ടും. യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ റോർ ബാങ്കിനെ കുറിച്ച് അറിയാമായിരിക്കും. നിങ്ങൾക്ക് റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടായിരിക്കും. നമ്മുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അവരുടെ ബാങ്കിങ് പാർട്ണർ. ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ വിസാഫ് ബാങ്കിനൊന്നും ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ഇല്ല. നമ്മുടെ AU ബാങ്കിനുണ്ട്, പിന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ഉള്ളത്. പിന്നെ അവിടെ ഉണ്ട്, ഇതിൻ്റെ പേര് കിട്ടുന്നില്ല. കുറേ ഉണ്ട് ഇതുപോലെ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ കുറേ ഉണ്ട്. നമ്മുടെ കേരളത്തിലത്തെയാണ് ഇസാഫ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലത്തെയാണ് ഈ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും നമ്മുടെ NBFC ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് സേഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. നമ്മുടെ നോർമൽ പ്രൈവറ്റ് ബാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ. ഇതും RBI അണ്ടറിൽ വരുന്ന ബാങ്കുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ സൊസൈറ്റി പോലത്തെ ഊതറ സാധനമല്ല, ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ IDFCയുടെ സ്മാർട്ട് പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. IDFC ബാങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഓൺലൈനായിട്ട് കൊടുക്കുന്ന പേഴ്സണൽ ലോൺസ് തന്നെയാണ്. ഇതും നമ്മുടെ ഫുള്ളി ഓൺലൈൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് 5 ലക്ഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട്. ഒരു 12 മാസം തൊട്ട് ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് ടേംസ് എന്ന് പറയില്ല, ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സിമിലർ ആണ്. അതാണ് ഞാൻ യൂണിറ്റി സ്മോൾ ഫിനാൻസിലൊന്നും പറയുന്നത്. എല്ലാം സിമിലർ ആണ്. 12 മാസം തൊട്ട് 48 മാസം വരെ നമുക്ക് നോർമലി ഇവരുടെ ലോൺ ടെനർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോർ അത്യാവശ്യം ഒരു 700-ന് മുകളിലുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ മിക്ക എല്ലാ ലോൺസുകളും പാസ് ഔട്ടാണ്. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നമുക്ക് നോർമലി എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10.99% ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10.99% നിങ്ങൾക്ക് ലോൺ കിട്ടും. സിവിൽ സ്കോർ കുറവാണെങ്കിൽ ഇവരുടെ ഹൈ ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും കിട്ടുക. അത് ഏത് ബാങ്കായാലും അതങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ആക്ച്വലി ഈ ബാങ്കിൻ്റെയും NBFCയുടെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകൾക്കായിരിക്കും കുറവ് കിട്ടുക. പേഴ്സണൽ ലോൺസുകൾക്ക് മിനിമം സ്റ്റാർട്ടിങ് ഈ 11% തന്നെ വരിക. ഇപ്പോൾ ഇതിന് പകരം നമ്മൾ NBFCയിലേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ, അത് ബജാജിൻ്റെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ 18%, 19% ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. അതാണ് ഡിഫറൻസ് അവിടെ വരുന്നത് കേട്ടോ.
ഇവരും നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ലക്ഷം വരെയാണ് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. IDFC ആയിക്കോട്ടെ. ഇതും നമ്മുടെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൻ്റെ 3 ഞാൻ അപ്ലൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതും വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ NBFCകളും എല്ലാ നമ്മുടെ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെക്കമെൻഡേഷൻ കാണും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എന്താ പറയുക പേഴ്സണൽ ലോൺ ബൈ ബാങ്ക് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം അപ്രൂവലായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ. മൂന്നാമത്തെ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഈസി ക്രെഡിറ്റ് പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. വരെ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 12% IDFC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ 1% കൂടുതലാണ്. ഇതും 30,000 തൊട്ട് 5 ലക്ഷം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർക്ക് ആക്ച്വലി നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ EMI കാൽക്കുലേറ്റർ കാണാം. ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ പോലെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതും 12 മാസം തൊട്ട് 42 മാസം വരെയാണ് ലോൺ ടെനർ. ഇത് നമ്മളൊരു 5 ലക്ഷം രൂപ ഇവിടുത്തെ ലോൺ എടുത്ത് വിചാരിക്കാം. അതും നമുക്ക് 12% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് EMI വരുന്നത് മന്ത്ലി EMI വരുന്നത് ഒരു കൊല്ലത്തേക്കാണെങ്കിൽ 44,000 രൂപയാണ് കേട്ടോ. ടോട്ടൽ ഇൻട്രസ്റ്റ് നിങ്ങൾ ഒരു കൊല്ലം അടച്ചു കഴിയുമ്പോൾ 33 രൂപയായിരിക്കും. അപ്പോൾ മാക്സിമം ലോൺ ടെനറാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ, അതായത് 48 മാസത്തിനാണ് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കുന്നതെങ്കിൽ 12% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് EMI വരുന്നത് 13,000 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇവരുടെ വെബ്സൈറ്റ് നോക്കി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വെബ്സൈറ്റിനായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക പ്രൊഡക്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ലോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതും പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു എന്താ പറയുക ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ, അതായത് 12 മാസം തൊട്ട് ഒരു 3 കൊല്ലം 4 കൊല്ലം ഒരു ഇടയിലായിട്ട് ഒരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ, നോർമലി പേഴ്സണൽ ലോൺ അത്രയും കാറ്റഗറിയിൽ തന്നെയാണ് എടുക്കുക. നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NBFC-നായിട്ടും നമുക്ക് എന്താ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഈ ഡിഫറൻസ് പറഞ്ഞുതരാം. ഈ ബാങ്ക് ത്രൂ എടുക്കുമ്പോഴും NBFC ത്രൂ എടുക്കുമ്പോഴും ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ കുറച്ചും കൂടി സേഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംഭവമായിരിക്കും ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ NBFC-യുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് NBFC-യിൽ നമുക്ക് ഇതിനായിട്ടും പെട്ടെന്ന് അപ്രൂവൽ ആവും. അതാണ് വേറൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് NBFC-യുടെ സൈഡിൽ നിന്ന്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് അതിൽ ചാർജസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫോർക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് കൂടുതലായിരിക്കും. ഇത് ബാങ്കുകൾക്കും ഫോർക്ലോസിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മാസം അടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ഫോർക്ലോസർ ചാർജ് വരും. നോർമലി 3% ഓഫ് ദി ബാലൻസ് എമൗണ്ടൊക്കെയാണ് പറയുക അവർ. അത് ചില ബാങ്കുകാർ ഇപ്പോൾ ഫോർക്ലോസ് ചാർജ് ഇല്ലാണ്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വലിച്ചു നീട്ടണം വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ടോ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ 3 ചാനലും കാണാത്തൊരു പോയി കണ്ടുനോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വിളിക്കുന്നു ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് വിളിക്കുന്നു ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത കാണാം.